മുസ്ലിം സമുദായത്തെ ഞങ്ങൾ അകറ്റി നിർത്തണമെന്നൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രശ്നം കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം, ആ നേതൃത്വത്തിൽ കുറേ പേരെങ്കിലും ഈ മത തീവ്രവാദികളെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണക്കുന്നവരാണ്. ലീഗിൻ്റെ നേതൃത്വത്തിലോ? ഉണ്ടല്ലോ, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള ചില ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. അതൊന്ന് ഒന്നുകൂടി ഒന്ന് തെളിച്ച് പറയാമോ താങ്കൾക്ക്? കേരളത്തിലെ മുസ്ലിം ഭീകരവാദികളായിട്ട് തീവ്രവാദികളായിട്ട് കണക്കാക്കപ്പെടുന്ന ആളുകളെ, അങ്ങനെയുള്ള ആളുകൾക്ക് നേരിട്ട് പിന്തുണക്കുന്നുണ്ടെന്ന് ഞാൻ, നേതൃത്വം മുഴുവൻ പിന്തുണക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ അങ്ങനെയുള്ള ആളുകൾക്ക് പരോക്ഷമായിട്ട് സഹായിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രൈസ്തവ സമുദായത്തിനെതിരായിട്ട് അങ്ങനെയുള്ളൊരു ഭീകരവാദി എന്ന് പറയുന്ന ഒരു ആക്ഷേപമേ ഇല്ല. മുസ്ലിം സമുദായത്തിൽ, നമ്മൾ മുസ്ലിം സമുദായത്തിൽ ഒരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ പോലും അവർക്ക് അവിടെ പ്രശ്നമാണ്. അതിനകത്ത് ഭീകരവാദികളും അതിനെ പിന്തുണക്കുന്നവരും പിന്തുണക്കാത്തവരും, ചില സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരടക്കം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് സൗഹൃദം ഉണ്ടാക്കിയാൽ അവർക്കും പ്രശ്നമാണ്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഈ മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലേക്കുള്ള ഈ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ വലിയ വിമർശനം ഉണ്ടായത് ഇപ്പോൾ ലവ് ജിഹാദിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഈ മുസ്ലിം മതവിഭാഗങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്ന തരത്തിലുള്ള പല വിവാദ പ്രസ്താവനകളും താങ്കൾക്ക് നന്നായി അറിയില്ല. അവിടെ BJP ഒരു പക്ഷം ചേർന്ന് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുകയല്ലേ BJP എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മുസ്ലിം സമുദായം അവരുടെ സമൂഹത്തിലുള്ള ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവണതകൾക്കെതിരായിട്ട് അവർ പരസ്യമായിട്ട് രംഗത്ത് വരണം. അവരെന്തുകൊണ്ട് വരുന്നില്ല? ഇപ്പോൾ ഹമാസിൻ്റെ വിഷയം വരുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചാണ്. കോൺഗ്രസ് ഉൾപ്പെടെ ഹമാസിൻ്റെ കൂടെയാണ്. പാലസ്തീൻ എന്നാണ് പേര് പറയുന്നതെങ്കിലും പാലസ്തീൻ്റെ കാര്യത്തിൽ BJP നിലപാടിൽ വ്യത്യാസമില്ല. പക്ഷേ ഹമാസും പാലസ്തീനെയും ഞങ്ങൾ രണ്ടായിട്ടാണ് കാണുന്നത്. പാലസ്തീൻ ഞാൻ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളാണ്. പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ സംഭാവന ഇരട്ടിയാക്കിയത് പ്രഖ്യാപനം നടത്തിയത് ഞാനാണ്. പക്ഷേ ഹമാസ് പാലസ്തീനല്ല. അല്ല, പക്ഷേ ഇവിടെ പാലസ്തീനും നമ്മുടെ രാജ്യം പക്ഷേ ഹമാസിന്റെ ഒരു തീവ്രവാദ സംഘടനയായി കരുതുന്നില്ല ഒഫീഷ്യലി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല. അതിനുള്ള തീരുമാനം എടുക്കേണ്ട ഒരു രീതിയുണ്ട്, പ്രക്രിയയുണ്ട്. അതൊരു അന്താരാഷ്ട്ര തലത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനം കൂടിയാണ്. അല്ല, ഇന്ത്യ അപ്പോൾ ഒഫീഷ്യലി ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ടാണോ കാണുന്നത്? ഹമാസ് നടത്തുന്ന നിരവധി പ്രവർത്തനങ്ങൾ ഭീകരവാദ പ്രവർത്തനമാണെന്ന് പ്രധാനമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഈ കഴിഞ്ഞ ഇസ്രായേലിൽ നടത്തിയ ആക്രമണം നടത്തിയത് ഹമാസാണ്. ആ പ്രവർത്തനങ്ങളെ ഭീകരവാദ പ്രവർത്തനമായിട്ടല്ലാതെ പിന്നെ എന്തായിട്ട് കാണാൻ പറ്റുക? അത് പക്ഷേ ഔദ്യോഗികമായിട്ട് എങ്ങനെ പ്രഖ്യാപിക്കണോ ഇല്ലയോ, അതെപ്പോഴാണ് പ്രഖ്യാപിക്കേണ്ടത്, അതിൻ്റെ നടപടിക്രമം എന്താണ്, അതൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇപ്പോൾ പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് കാണാൻ പറ്റുക? അല്ല, അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സമാധാനം, അതായത് ഇസ്രായേലും പലസ്തീനും രണ്ട് രാഷ്ട്രങ്ങൾ സ്വതന്ത്രമായിട്ട് സമാധാനപരമായിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അതെ, ഈ നിലപാടിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ്. അതാണ്, ആ സിദ്ധാന്തത്തെയാണ് അന്നു മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും ഞങ്ങൾ അതിൽ മാറ്റം വരുത്തിയിട്ടില്ല.